പാക് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ കൂട്ടായി നടത്തിയ ശക്തമായ ആക്രമണം ലോകമെങ്ങും അലയൊലി തീർത്തിരിക്കുകയാണ്. ഈ സൈനിക ദൗത്യത്തിന് നൽകിയ പേരും വേറിട്ടതായി ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് സൈന്യം നൽകിയ ആദരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും. ആരാണ് സോഫിയയും വ്യോമികയും? എന്തുകൊണ്ടാണ് സേന ഇരുവരെയും ഈ ദൗത്യം ചുമതലപ്പെടുത്തിയത്? ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡറാണ് വ്യോമിക സിംഗ്. കുട്ടിക്കാലം മുതൽക്കേ തന്നെ സൈന്യത്തിലും വ്യോമസേനയിലും പ്രവർത്തിക്കാനുള്ള ആഗ്രഹം വ്യോമികയ്ക്കുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷമാണ് സേനയിൽ ചേരുന്നത്. 2019 ഡിസംബറിലാണ് ഹെലികോപ്റ്റർ പൈലറ്റായിക്കൊണ്ടുള്ള പെർമനന്റ് കമ്മീഷൻ വ്യോമികയ്ക്ക് ലഭിക്കുന്നത്. 2500 ഫ്ലൈയിംഗ് മണിക്കൂറുകളാണ് വ്യോമികയുടെ റെക്കോർഡിലുള്ളത്. ചേതക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിക്കൊണ്ടുള്ള അനുഭവ സമ്പത്ത് വ്യോമികയ്ക്കുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളിലും വ്യോമിക തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ 2020 നടന്ന രക്ഷാപ്രവർത്തനത്തിൽ വ്യോമിക പങ്കാളിയായിരുന്നു. ഓപ്പറേഷണൽ റോളിന് പുറമെ ഉയർന്ന പ്രതിരോധ ശക്തി വേണ്ടുന്ന പല ദൗത്യങ്ങളിലും വ്യോമിക പങ്കാളിയായിട്ടുണ്ട്. സൈനിക പാരമ്പര്യമുള്ളയാളാണ് കേണൽ സോഫിയ ഖുറേഷി. മുത്തശ്ശന്റെ പാത പിന്തുടർന്നാണ് സോഫിയ സൈന്യത്തിലെത്തുന്നത്. ഇന്ത്യൻ ആർമിയുടെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസറായ കേണൽ സോഫിയ ഖുറേഷി നിരവധി നേട്ടങ്ങളിലൂടെ സൈനിക ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം നേടിയിട്ടുണ്ട്. 35 വയസ്സുള്ളപ്പോഴാണ് ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ ഫീൽഡ് ട്രെയിനിംഗ് എക്സസൈസിൽ ഇന്ത്യൻ ട്രൂപ്പിനെ നയിക്കാനുള്ള ചുമതല സോഫിയയ്ക്ക് ലഭിക്കുന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ മിലിറ്ററി ഡ്രില്ലായിരുന്നു ഇത്. 18 കണ്ടിജന്റുകൾ പങ്കെടുത്ത ഡ്രില്ലിലെ ഏക വനിതാ ഓഫീസറായിരുന്നു സോഫിയ. UN പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ 6 വർഷത്തെ സർവീസ് പരിചയം സോഫിയ ഖുറേഷിക്കുണ്ട്. ഇൻഫൻട്രി ബറ്റാലിയനിലെ ഓഫീസറെയാണ് സോഫിയ വിവാഹം ചെയ്തിരിക്കുന്നത്. പഹൽഗാമിന് ഇന്ത്യ നൽകിയ തിരിച്ചടി വിശദീകരിക്കാൻ ഇന്ത്യ ഇരുവരെയും ചുമതലപ്പെടുത്തിയത് യാദൃച്ഛികമല്ല. അത് ലോകത്തിന് നൽകുന്ന വലിയ പ്രതീകവും സന്ദേശവുമാണ്. ഇന്ത്യയുടെ ആക്രമണ തന്ത്രങ്ങളെപ്പറ്റിയും സൈനിക നീക്കത്തിന്റെ കൃത്യതയെപ്പറ്റിയും സാധാരണ ജനങ്ങളോടുള്ള കരുതലിനെപ്പറ്റിയും സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം ഉറച്ചതായിരുന്നു, ഇന്ത്യയുടെ അഭിമാനം പോലെ.